ഇൻ കേസ് നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ, എനിക്ക് എന്താണ് എങ്ങനെ പഠിക്കണം ഒന്നും അറിഞ്ഞൂടാ. ഫസ്റ്റ് പരിപാടി എന്താണ്, നമുക്കൊരു ഇതുവരെ നടന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു വാസ്തവം എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെയാണ് ഇതാണെന്ന് പറയേണ്ടത്. ഇതൊരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറി എല്ലാവരും പാടാണ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പോകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയണമല്ലോ നമ്മൾ എന്താണെന്നുള്ളത്. അപ്പം ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാര്യം നിങ്ങൾ ആദ്യമായിട്ടൊരു സബ്ജക്റ്റ് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ടോപ്പിക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസം നിങ്ങളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്സിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടും. നിങ്ങൾ ഫുൾ പഠിച്ച സാധനങ്ങളെല്ലാം ഓർമ്മയിരിക്കണം അങ്ങനെ ഒന്നുമില്ല. ടോപ്പിക്കിനെ കുറിച്ചൊരു ധാരണ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഇപ്പം സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കളക്ട് ചെയ്ത് വെച്ചെന്ന് വെക്കുക. ആദ്യം നിങ്ങൾ ജസ്റ്റ് ആ ഒരു അതിൻ്റെ എസ്എ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് 2019 സ്കീം K2-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇപ്പം സ്കീം മാറിയാലും ക്വസ്റ്റ്യൻസ് ഈ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാത്തിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത വർഷം വേറെ സ്കീം വന്നാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ടോപ്പിക്സ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുക. കാര്യം യൂണിവേഴ്സിറ്റിക്ക് വേറെ പുതുതായിട്ട് ക്വസ്റ്റ്യൻ കുഴിച്ചുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും മോഡൽ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സബ്ജക്റ്റിനെ കുറിച്ചൊരു ധാരണയാണ്. ആ ധാരണ ഉണ്ടാക്കലാണ് നമ്മുടെ പണി. ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, ഞാൻ സംഭവം ഒന്ന് കാണിച്ചു, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2-ൽ 2 ഓർ ക്വസ്റ്റ്യൻസ്, മൊഡ്യൂൾ 3-ൽ 2 ഓർ ക്വസ്റ്റ്യൻസ്, മൊഡ്യൂൾ 4-ൽ 5-ൽ 2 ഓർ ക്വസ്റ്റ്യൻസ്. ഇതുപോലെ ആണ്ടാ ഞാനിപ്പോൾ 2, 3, 4 ക്വസ്റ്റ്യൻസ് ആണ്ട ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കി. എന്നിട്ട് ഞാൻ സിലബസ് എടുത്ത്, സിലബസ് നമ്മുടെ വർക്ക് ബുക്ക് ആണെങ്കിൽ അതിൻ്റെ ആദ്യം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് എടുത്ത് ആ സിലബസിലേക്ക് ആ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത്, ആ ടോപ്പിക്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കി. നിങ്ങളുടെ സിലബസ് ഇതാ. ആ ഹൈലൈറ്റ് ചെയ്ത ടോപ്പിക്സ് ഒന്ന് നോക്കി. ഞാൻ പറയുന്നു എസ്എ ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ. നോക്കിയാണ് എന്തിരിക്കുന്നു. അതായത് ഇപ്പം ഈ ഒരു ഡിസൈൻ്റെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എളുപ്പമാണ്. കാര്യം ഒരു ഡിസൈൻ ഓഫ് വെൽഡ്, ഇപ്പോൾ ദാണ്ട ഈ ഒരു മൊഡ്യൂൾ 5 എടുത്താൽ വെൽഡിൻ്റെ ഡിസൈനുണ്ട്, സ്പ്രിങ്ങിൻ്റെ ഡിസൈനുണ്ട്. വെൽഡിൻ്റെ ഒരു ഡിസൈനും ചോദിക്കും, സ്പ്രിങ്ങിൻ്റെ ഒരു ഡിസൈനും ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ആ സബ്ജക്റ്റിനെ കുറിച്ചൊരു ധാരണ വരാൻ വേണ്ടി അതിൻ്റെ ഡീപ്പായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ നോക്കിയ മിക്ക ക്വസ്റ്റ്യൻസിൽ എന്തായാലും ഒരു വെൽഡിൻ്റെ ഡിസൈനും ഉണ്ട്, ഒരു സ്പ്രിങ്ങിൻ്റെ ഡിസൈനും ഉണ്ട്. അത് ഈ പാരഗ്രാഫായിട്ട് കൊടുത്തേക്കുന്നതിന് തന്നെ ഒരു കാരണമുണ്ട്. കാര്യം ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ സ്പ്രിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അത് രണ്ടും അവിടെ കിടക്കുന്നത്. മൊഡ്യൂൾ 4 നോക്കിയപ്പോഴും അതേപോലെ തന്നെ ഈ ഗബ്ലേസ്, ഗോഡ്ബാൻഡ്, ഷോഡൻബർഗ് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഡിസൈൻ ഓഫ് റിവറ്റിൻ്റെ ഡിസൈൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം. അപ്പോൾ എനിക്കൊരു മനസ്സിലായി, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ ഇപ്പുറത്തോട്ട് ഞാൻ ഇത് ചെയ്തപ്പോൾ ഇത് തിയറി ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ് കുറേ എണ്ണം പറഞ്ഞത്. ഈ ഒരു മൊഡ്യൂൾ 3-നെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് മോഡ് ഷേപ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയായിരുന്നു, അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള സ്റ്റെപ്സ് ഇൻ ഡിസൈൻ പ്രോസസ് തിയറിയാണ്, ഡക്റ്റൈൽ ബ്രിട്ടൽ മെറ്റീരിയൽ, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ചെയ്യുന്ന പ്രോബ്ലംസും എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാനത് മാർക്ക് ചെയ്തിട്ടു. മൊഡ്യൂൾ 2 നോക്കിയപ്പോഴത്തേക്ക് അതേപോലെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എനർജി മെത്തേഡ്, ന്യൂട്ടൺസ് മെത്തേഡും ഉണ്ടായിരുന്നു. അത് ഞാൻ ഇത് ചെയ്യാൻ വിട്ടുപോയതാണ്, ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. ന്യൂട്ടൺസ് മെത്തേഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം മെത്തേഡ്, ന്യൂട്ടൺസിൽ അപ്ലൈ ചെയ്യുന്നു. ന്യൂട്ടൺസ് മെത്തേഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം മെത്തേഡ് എന്ന് പറയും. ലോഗരിതം ഡിക്രിമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇത് പക്ഷേ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ നമ്മൾ ആ ലോഗരിതം ഡിക്രിമെൻറ്റിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ മിക്കപ്പോഴും ചോദിക്കുന്ന തിയറി, വൈബ്രേഷൻ, ഐസൊലേഷൻ, ട്രാൻസ്മിസിബിലിറ്റി, വേൾഡിംഗ് ഓഫ് ഷാഫ്റ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിയപ്പോൾ 2 എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ്, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ്റെ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലൈ വീല്, ടേണിംഗ് മൗണ്ട് ഡയഗ്രത്തിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയുടെ ഡെറിവേഷൻസ് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും ഉള്ള ഒരു സിലബസിൽ, ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സിലബസിൽ ഇത്രയും ടോപ്പിക്സാണ് എനിക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ടോപ്പിക്സ് മാത്രമേ വരുമെന്ന്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ലോജിക്കിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വെൽഡഡ് ജോയിൻസിൻ്റെ പറയുകയാണെങ്കിൽ എക്സെൻട്രിക്കലി ലോഡഡ് വെൽഡ് ആണ് കൂടുതലും ക്വസ്റ്റ്യൻസ്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് മാപ്പ് ചെയ്തതെന്ന്. പക്ഷേ അതിന് തൊട്ട് മുമ്പാണ്ട ഫില്ലറ്റ് വെൽഡ് അണ്ടർ ബെൻഡിങ് ഉണ്ട്, അത് ഇതുവരെ ചോദിച്ചില്ലായിരുന്നു. ബെൻഡിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫില്ലറ്റ് ജോയിൻ്റ് അണ്ടർ ടോർഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഫില്ലറ്റ് വെൽഡ് അണ്ടർ ടെൻഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഇതാണ് ഇതുവരെയും ചോദിച്ചു വന്നുകൊണ്ട് എനിക്കൊരു പോസിബിലിറ്റി ഉണ്ട് ബാക്കി 3 സാധനങ്ങൾ എന്ത് ചെയ്യാം,
എനിക്ക് ചോദിക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇത് അവസാനത്തെ എക്സെൻട്രിക്കലി ലോഡഡ് വെൽഡ് ചോദിക്കാൻ കാര്യം എന്താ? അതിൻ്റെ മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വെൽഡുകളെല്ലാം വെൽഡ് ചെയ്യുന്നത് എക്സെൻട്രിക്കലി ലോഡഡ് ആയതുകൊണ്ട് ഇത്രയും പണിയില്ല ബാക്കി 3 സാധനങ്ങൾ ചെയ്യാൻ. ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് കിട്ടും. ഇവിടെ ഉള്ള ബാക്കി ഞാൻ തിയറി ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് 10-30 മാർക്കിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സപ്പോസ് സ്പ്രിങ് ഡിസൈൻ ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത്, അതിൽ കിടക്കുന്ന ബാക്കി എന്തു സാധനം ആയിക്കോട്ടെ, ക്ലാസിഫിക്കേഷൻ ആയ സ്പ്രിംഗ് മെറ്റീരിയൽ ഏതാണ്, സ്ട്രെസ്, അതൊക്കെ തിയറി കാര്യങ്ങളാണ്, ജസ്റ്റ് ഒരു കൂടെ വായിച്ചു വിടേണ്ട സാധനങ്ങളാണ്. സ്ട്രെസ്, ഡിഫ്ലക്ഷൻ ഓഫ് ഹെലിക്കൽ, ആക്സിയൽ ലോഡിങ്, കർവേച്ചർ എഫക്റ്റ്, റെസിലിയൻസ്, സ്റ്റാറ്റിക് ആൻഡ് ഫെറ്റിക് ലോഡിങ് എങ്ങനെയാണ്, സർജിൻ സ്പ്രിംഗ് എന്താണ്, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി, കോൺസെൻട്രിക് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് കണക്ഷൻ, ഇതെല്ലാം വരുന്നത് ഈ സ്പ്രിങ്ങിൻ്റെ ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പോൾ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഡിസൈൻ പ്രൊസീജിയർ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ, ഓട്ടോമാറ്റിക്കലി ആ സ്പ്രിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കയറും. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, ഒരു സിലബസ് ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1-2 ചിലപ്പോൾ കർവേച്ചർ എഫക്റ്റ് നിങ്ങളവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സർജിൻ സ്പ്രിങ് എന്താണെന്ന് നിങ്ങളവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ജസ്റ്റ് അതൊന്ന് ഒരു മിനിറ്റോ 2 മിനിറ്റോ എടുത്തൊന്ന് ജസ്റ്റ് വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ. കാര്യം ആ ഒരു മിനിറ്റ് എടുത്ത് കാര്യം മനസ്സിലാക്കിയാൽ ബാക്കി എഴുതാനുള്ളതെല്ലാം ഇത്രയും ഡിസൈൻ ഓഫ് സ്പ്രിങ്ങിൽ നിങ്ങൾ പഠിച്ച സാധനങ്ങളിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 4 എണ്ണമെങ്കിലും മിനിമം എടുത്ത് വെച്ചതിന് ശേഷം അതിനെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എവിടേക്ക് നിന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സോൾവ് ചെയ്തങ്ങ് പഠിക്കും. ഇപ്പോൾ വരുന്ന പ്രശ്നം അതാണ് ഈ പ്രശ്നം ഞാൻ പറഞ്ഞത്. ഇത് എക്സെൻട്രിക്കലി ഓർഡർ വെൽഡ് നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഫില്ലറ്റ് വെൽഡ് അണ്ടർ ബെൻഡിങ് അല്ലെങ്കിൽ ഫില്ലറ്റ് വെൽഡ് അണ്ടർ ടോർഷൻ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ തവണ റെഗുലർ DDM എക്സാം എഴുതിയപ്പോൾ പറ്റിയൊരു പ്രശ്നമാണ്. അത് ചെറിയൊരു വ്യത്യാസം വന്നായിരുന്നു വെൽഡിൻ്റെ കേസിൽ. റിവറ്റിൻ്റെ കേസിലും ഡിസൈൻ ഓഫ് റിവറ്റിൽ പല ടൈപ്സ് ഓഫ് ജോയിൻസ് ഉണ്ട്. അപ്പോൾ ബോയിലറിൻ്റെ സർക്കംഫറൻഷ്യൽ ലോഞ്ചുള്ള ജോയിൻസ് മാത്രമല്ലാതെ ബെൻഡിങ് വരുന്ന രീതിയിൽ റിവറ്റ് വെൽഡ് ചെയ്യുന്നതാണ് കഴിഞ്ഞ തവണ സപ്ലിമെൻ്ററി എക്സാമിനൊക്കെ ചോദിച്ചത്, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് മുമ്പ്. അപ്പോൾ അതിലുള്ള ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് എന്തായിരിക്കും ഇനി ചോദിക്കാൻ സാധ്യത എന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് പോയാൽ 40 മാർക്ക് കിട്ടാനുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് മാറി അടുത്ത ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഇതൊക്കെ ചോദിച്ചു, അതായത് തൊട്ട് മുമ്പ് ചോദിച്ചതിൻ്റെ ഒരു 20% കൂടുതൽ എന്തായാലും റെപ്പറ്റീഷൻ വരാത്ത രീതിയിൽ വേണം നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന ആൾ എന്തായാലും റെപ്പറ്റീഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റത്തുള്ളൂ. അയാൾ ഇടുന്ന ടോപ്പിക്സിൽ ഏതൊക്കെയായിരിക്കും അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് എന്നുള്ളതാണ് ഈ 4 വർഷമായിട്ട് 4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇടാതെ ഒരു കാരണവശാലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ഇടാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾ നിർബന്ധമായി ഇതിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഡിഫറൻറ്റ് ടൈപ്പിലുള്ള പ്രോബ്ലം ആയിരിക്കും. അത് നമുക്ക് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റും. അതിനാണ് നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ എവിടെയോ ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സ്പ്രിംഗ് എടുക്കുകയാണെങ്കിൽ ദർ ആർ 3 ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. ഡിസൈൻ ഓഫ് സ്പ്രിങ്ങിൽ 3 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ലോഡിങ് വരുന്നത്, ഡിഫറൻറ്റ് ലോഡിങ് വരുന്നത്, പിന്നെ വേരിയബിൾ ലോഡിങ് വരുന്നത്. ഇങ്ങനെ 3 ടൈപ്പ് രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ഓഫ് സ്പ്രിങ് ചെയ്യാം. ആ ഒരു ഫസ്റ്റ് ഒരു പ്രൊസീജിയർ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി 2 വേരിയേഷൻസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ വേരിയിങ് വരുന്നു എന്ന് മാത്രം പഠിച്ചാൽ മതി, പഠിക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്ക് തൊട്ട് മുമ്പ് ചോദിച്ചത് ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം ആണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉമാണ്. വെൽഡിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ എപ്പോഴും സെയിം സാധനം. ഞാൻ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇവിടെ മോഡ്യൂൾ 3ൽ നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് മോഡ് ഷേപ്സ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടാ. മോഡ് ഷേപ്സ് മോഡ്യൂൾ 3 ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ മോഡ്യൂൾ 3 എടുത്ത് നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ ദ ഫ്രീക്വൻസി ഓഫ് ഇക്വേഷൻ, ആൾസോ ഡിറ്റർമിൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് മോഡ് ഷേപ്സ്. ഇതാണ് സാധനം. അടുത്ത ക്വസ്റ്റ്യനിലും ഇത് നോക്കിയേ, ഇത് ചരിച്ച് വെച്ചേക്കണമെന്നേ ഉള്ളൂ. ഈ പ്രോബ്ലമാണ് നമ്മൾ നമ്മുടെ ആപ്പിൽ ചെയ്തിട്ടുണ്ട്, വീഡിയോ മറ്റേലും ചെയ്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ വെർട്ടിക്കലി വെച്ചിരിക്കുന്നു, ഇത് ഹോറിസോണ്ടലി വെച്ചിരിക്കുന്നു. ഈ സാധനം എന്താണ്, ഇത് വെർട്ടിക്കലി വെച്ചിരിക്കുന്നു, ഒരു സ്പ്രിങ് കൂടെ ഉണ്ട്, ഹോറിസോണ്ടലി വെച്ചിരിക്കുന്നു. രണ്ടും കണക്ക് തന്നെ. അതിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ഇങ്ങോട്ട് തന്നെയല്ലേ, X1 അങ്ങോട്ട് X2 അങ്ങോട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയുണ്ട്. മോഡ്യൂൾ 3 അതേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. ഇവിടുത്തെ മോഡ്യൂൾ 3 വിട്ടു കേട്ടോ. ഇതിൽ മോഡ്യൂൾ 3 ഇവിടെ ഇതേ സാധനം. ഒരു 3 സ്പ്രിങ്ങും 2 മാസമായിരുന്നു. ഇവിടെ ഒരു സ്പ്രിങ് 2 മാസമേ ഉള്ളൂ. ഇത് വീണ്ടും ചെയ്യാൻ എളുപ്പമാണ്.
നിങ്ങൾ ആ 3 സ്പ്രിങ്ങും 2 മാസം ചെയ്ത് പഠിച്ചാൽ ഇതെങ്ങനെ റെഡ്യൂസ്ഡ് ആവും എന്നുള്ള എളുപ്പം. ഇതിന് കറക്റ്റ് ആൻസറും നമുക്ക് പറയാം. നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് എഴുതി വെക്കാം. ഇതിന് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ അപ്ലൈ ദാറ്റ് കൺസെപ്റ്റ് ഇൻ ദിസ് എന്താണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം സോ ദാറ്റ് യു കുഡ് ഗെറ്റ് എ പെർട്ടിക്കുലർ ആൻസർ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസിലും അതുകൊണ്ട് ഈ മോഡ് ഷേപ്സ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം ആ കാര്യം കണ്ടോ, അത് ഈ പ്രത്യേകിച്ച് ഡിസൈൻ ആൻഡ് ഡൈനാമിക്സിൽ കറക്റ്റ് ഓരോ പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 14 മാർക്കിനുണ്ടാവും. അപ്പോൾ പലപ്പോഴും ചിന്തിക്കും, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ 90-100 മാർക്ക് മേടിക്കാൻ വേണ്ടി തന്നെ 140 അല്ലെങ്കിൽ 160 അല്ലേ, 160ഓളം മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം ചോദിക്കുന്നത്. അതായത് 160 ഉദ്ദേശിച്ചത് ഇവിടെ 14 മാർക്ക് എക്സ്ട്രാ ആണ്. 2 എണ്ണം എന്താണ് ചോദിച്ചു, ഒരെണ്ണം എഴുതിയാൽ മതി. ഇവിടെ 14 മാർക്ക് എത്ര, 28. ഇവിടെ 14 മാർക്ക് എത്ര, 30, 42. ഇവിടെ 14 മാർക്ക് എക്സ്ട്രാ ആണ്, എത്രയാണ്, 46, 56. അപ്പോൾ 56 മാർക്കോ 60 മാർക്കോളം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിടക്കുക. അതിൽ നിന്നാണ് നിങ്ങൾ 100 മാർക്ക് മേടിക്കേണ്ടത്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, 40 അല്ല 100 മാർക്ക് മേടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം 30 മാർക്സ്, അതായത് നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്തിലേക്ക് വരാവൂ, ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഷോർട്ട് ആൻസേഴ്സ് നിങ്ങൾ അറിയണം. പ്രോബ്ലംസ് പഠിക്കുമ്പോൾ ഇപ്പോൾ ഡി-എൽഎംബേഴ്സ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ 4 ബാർ മെക്കാനിസം, അല്ലെങ്കിൽ പിസ്റ്റൺ ത്രസ്റ്റ്. നമ്മളിപ്പോൾ എന്താണ് എൻജിൻ ഫോഴ്സ് അനാലിസിസിൽ ത്രസ്റ്റ് കണ്ടുപിടിക്കും, പിസ്റ്റൺ സൈഡ് ത്രസ്റ്റ് കണ്ടുപിടിക്കും, കണക്റ്റിംഗ് റോഡിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കും, പിസ്റ്റൺ എഫോർട്ട് കണ്ടുപിടിക്കും. ഈ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഓഫ് കൺസിഡറിങ് മാസ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്, അത് അടുത്ത ടോപ്പിക്കാണ്. കണക്റ്റിംഗ് റോഡിൻ്റെ മാസ് നമ്മൾ അതായത് ഡൈനാമിക് ഇക്വലൻസ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനലിറ്റിക്കൽ മെത്തേഡ് കിടപ്പുണ്ട്, അത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾ 3-4-5 സാധനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പഠിക്കുക. നിങ്ങളിപ്പോൾ ടേണിംഗ് മൗണ്ട് ഡയഗ്രത്തിൻ്റെ കൂട്ടത്തിൽ എന്തായാലും കോയിഷൻ ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി പഠിച്ചേ പറ്റൂ, കോയിഷൻ ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് പഠിച്ചേ പറ്റൂ, പിന്നെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ്റെ ടേണിംഗ് മൗണ്ട് ഡയഗ്രം പഠിച്ചേ പറ്റൂ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ബാക്കി സാധനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതില്ലാത്ത കുറച്ച് സാധനങ്ങൾ വരും. എക്സാമ്പിൾ നമ്മളാണ്ട് ഇവിടെ ഫ്രീ വൈബ്രേഷൻ്റെ എന്ത് ചെയ്യുവാണ്, സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് എന്ത് ചെയ്യുക, എന്താണ് ചെയ്യുന്നത്, ഇത് ചെയ്യുക, വേൾഡിംഗ് ഓഫ് ഷാഫ്റ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്യുവാണ്. വേൾഡിംഗ് ഓഫ് ഷാഫ്റ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്യുവാണെങ്കിൽ അതിൽ വൈബ്രേഷൻ ഐസൊലേഷനോ ട്രാൻസ്മിസിബിലിറ്റിയോ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ വൈബ്രേഷൻ ഐസൊലേഷൻ ട്രാൻസ്മിസിബിലിറ്റിയും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് തിയറി എന്ത് ചെയ്യണം, ട്രാൻസ്മിസിബിലിറ്റി അതിനൊക്കെ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്, തിയറി പ്ലസ് അതിൻ്റെ ഒരു അനലിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യം കൂടെ നമ്മൾ അതിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇതും കൂടി നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു നോക്കണം. അപ്പം നമ്മളൊരു സാധനം പഠിക്കാൻ ഇറങ്ങുമ്പോൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഇതെന്താണ് ഈ ടേണിംഗ് മൗണ്ട് ഡയഗ്രം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ പഠിക്കരുത്, എന്തൊക്കെ എവിടെയൊക്കെ വേണം എന്ന് നമ്മളൊന്ന് അറിയണം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇപ്പം ഈ എടുത്തു വെച്ച് ഒരുപാട് എഫോർട്ട് ഇട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു പോർഷൻസിലാണെങ്കിലോ, ഇപ്പോൾ ഞാൻ പിസ്റ്റൺ എഫോർട്ടും ത്രസ്റ്റും കണക്റ്റിൻ്റോട് പിസ്റ്റൺ എഫോർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കുന്ന എൻജിൻ ഫോഴ്സ് അനാലിസിസ് മൊത്തത്തിലാണ്, പിസ്റ്റൺ എഫോർട്ട് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ എന്തുവാണ് ഇപ്പം ഞാനിപ്പോൾ പറയാം, അതുകൊണ്ട് ഇതിൽ മോഡ്യൂൾ 3 നിങ്ങൾ ആലോചിക്കുക, നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് മോഡ് ഷേപ്സ്. ഇത് പഠിക്കാതെ പോയിട്ട് കാര്യമില്ല. ഈ സാധനം ഈ സബ്ജക്റ്റ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നു, നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് മോഡ് ഷേപ്സിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടേ പോകുമോ? കാര്യം നിങ്ങൾ കണ്ടില്ലേ, എല്ലാത്തിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേറെ സാധനത്തിൽ കിടന്ന് ഒരുപാട് വർക്ക് ചെയ്തതിന് പകരം നിങ്ങൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാം പഠിക്കേണ്ടി വരും. ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മളെല്ലാം പഠിക്കേണ്ടി വരും. നിങ്ങൾ പഠിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം പഠിക്കും. പക്ഷേ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതാണ് എൻ്റെ സാധനം എന്നൊരു മൈൻഡിലൊരു സംഭവം വേണ്ടേ? അല്ലാതെ നമ്മൾ ഇതിൽ ഇറങ്ങി തിരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ സ്പ്രിങ്, ഡിസൈൻ ഓഫ് സ്പ്രിങ്സ്, അതിൽ 3 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? ഏത് ടൈപ്പാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് അറിയണ്ടേ? പിന്നെ അതേപോലെ എക്സെൻട്രിക്കലി ലോഡഡ് വെൽഡ്സ് ആണ് ഇതുവരെ ചോദിച്ചത്, അപ്പോൾ ബാക്കി 3 ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയണ്ടേ? അങ്ങനെയുള്ള അറിവാണ് സബ്ജക്റ്റ് നോളേജ്, സബ്ജക്റ്റിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് നോളേജ് സബ്ജക്റ്റിൻ്റെ തിയറി അറിയാമെന്നുള്ള സാധനമല്ല, സബ്ജക്റ്റിനെ കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ്, സബ്ജക്റ്റിലേക്ക് ഇറങ്ങി ചെയ്യുന്നതിന് മുമ്പ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഇതൊരു ഡിസൈൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ഇതായത്. ഇപ്പോൾ ഒരെണ്ണത്തിൽ ഒരു 4-5 ടോപ്പിക്കോളം ഒരു മോഡ്യൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഇതിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ ഈ സാധനം കിടപ്പുണ്ട്. ഇപ്പോൾ നാളെ വേണ്ട എൻ്റെ എക്സ്പ്ലെയിൻ ഗോഡ്മാൻ ആൻഡ് സോഡംബ്രേക്ക് ക്രൈറ്റീരിയ, അത് ചിലപ്പം പിന്നെയും കാണുമായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ കാണും. ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ ബിഹേവിയറൊക്കെ നമ്മൾ പഠിച്ച സാധനം.
നോട്ട് സെൻസിറ്റീവ് ആൻഡ് എക്സ്പ്ലെയിൻ സോഡൻബർഗ് ഇക്വേഷൻ. മറ്റു രണ്ടും ചോദിച്ചു, ഇവിടെ ഒന്നേ ചോദിച്ചു. ഇതൊക്കെ ഡേറ്റാ ബുക്കിൽ കിടക്കുന്ന സാധനം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണം. അതാകെ ഒരു സാധനം അതിൽ പഠിക്കലുള്ളൂ. പിന്നെ ആണ്ട് ഈ ഒരു സാധനം ഫെറ്റിഗ്, നോച്ച് സെൻസിറ്റിവിറ്റി, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, പിന്നെ നാച്ചുറൽ, പിന്നെ ടേണിംഗ് പോയിൻ്റ് ആണ്ട് ടി ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരുന്ന പ്രോബ്ലം, ടോർക്ക് തന്നിട്ട് ചെയ്യുന്ന പ്രോബ്ലം. ഇവിടെ അതാണോ നോക്കിയേ, ഇവിടെ നമ്മൾ അതാണോ എന്ന് ചെക്ക് ചെയ്യുമ്പം ആണ്ട് ടി ഈസ് ഈക്വൽ ടു തന്നിട്ട് എനിക്കുന്ന പ്രോബ്ലം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നോക്കുമ്പം ടോർക്കിൻ്റെ ടേണിംഗ് പോയിൻ്റ് അങ്ങനെ ആണ്ട ടി ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. പഠിച്ചേ പറ്റൂ. നമ്മൾ വേറെ എന്തിലും കിടന്ന് കളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഇല്ല. അപ്പുറത്ത് കളയെ ഓർ ക്വസ്റ്റ്യൻ കളയെ നിങ്ങൾ പഠിച്ച സാധനം ഉണ്ടോ നിങ്ങൾക്ക് കിട്ടും അല്ലേ? നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സാധനം എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ക്വസ്റ്റിനെ കുറിച്ചും സബ്ജക്റ്റിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഏതൊക്കെ ടോപ്പിക്കാണ് അവിടെ ഇറലവൻ്റ് ആയിട്ടുള്ളത്, അവിടെ ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആദ്യം ഒരു ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനകത്താണ് ഇത് വരുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ സ്പ്രിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരാളൊരു 6 മാസം കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഇതുപോലെ ഇങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുക, ഞാൻ മോഡ്യൂൾ 5 എടുത്ത് ഈ സ്പ്രിങ് ഇവിടെ നിന്ന് ഇതുവരെ പഠിച്ചു പോകുന്നു, സ്പ്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉള്ള ഒരു സ്പ്രിങ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% നോക്കണം സ്പ്രിങ്ങിൻ്റെ ഏത് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. എനിക്ക് ആ പഠിച്ച സാധനം വെച്ച് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് 100% നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് വേസ്റ്റാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതായത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം കളയാതെ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഇതാണ്. ഇപ്പോൾ ഇത് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വരുമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡാവും. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻസ് ബിൽഡാവും. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞെങ്കിലും നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ സീരീസ് എക്സാമിനേഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 മോഡ്യൂൾസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സീരീസ് എക്സാമിനേഷൻ വരുന്നത്. ഈ 2 മോഡ്യൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ ക്ലാസ്സിലെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നതിൻ്റെ പോർഷൻസ് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഈ സാധനം മാപ്പ് ചെയ്ത് നോക്കണം. അപ്പോൾ ആ സീരീസിലേക്ക് കോൺസെൻട്രേഷൻ വരുമ്പോൾ 2 സീരീസ് കഴിയുമ്പം നിങ്ങൾ സബ്ജക്റ്റ് പഠിച്ചു കഴിയും. പിന്നെ ഒരു മോഡ്യൂളല്ലേ ബാക്കി കിടക്കുന്നുള്ളൂ. ഇതിപ്പം നിങ്ങളിപ്പോൾ എക്സാം ടൈമിലാണ് എടുത്തു വെച്ച് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പം സീരീസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ 1 മാസം 2 മാസം കൂടുമ്പോൾ 1 മാസം കഴിയുമ്പോഴേ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും ഇതുപോലെ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ പറ്റിയാൽ, കാര്യം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, മാപ്പ് ചെയ്യാൻ പറ്റിയാൽ ആ സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ചോദിക്കുക ഇതെന്താണ് പഠിക്കാത്തത്, ഇതെന്തുകൊണ്ട് പഠിപ്പിച്ചില്ല, ഇതെനിക്ക് വേണം, ഇത് അറിയണം, ഇതറിയണ്ട, ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞാൽ മതി എന്നൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് തന്നെ വരും. ആ ധാരണ വരുമ്പോഴേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. ഇതൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യാത്തപ്പോഴാണ് നിങ്ങളെന്താണ് ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലേക്ക് വരുന്നത്. ഇതെല്ലാം മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഞാൻ വൈകുന്നേരം തളർന്ന് വന്നിട്ട് എനിക്കിപ്പോൾ 1 കിലോമീറ്റർ ഓടണം എന്നുണ്ട്. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞേക്കുമോ 1 കിലോമീറ്റർ ഓടിയിട്ടേ കിടന്ന് ഉറങ്ങാമോ എന്ന് പറഞ്ഞേക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ മൈൻഡ് എന്തായിരിക്കും, തളർന്നൊക്കെ വരുന്നെങ്കിൽ മൈൻഡാണ് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റൂല, മൈൻഡാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഓടി നോക്കിയിട്ടല്ല നിങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ അടുത്ത് പറയും എന്നെക്കൊണ്ട് ഓടാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കും അപ്പോൾ നിങ്ങൾ നെഗറ്റിവിറ്റീസ് കണ്ടുപിടിക്കുക. തളർന്നിരിക്കുകയല്ലേ, ഞാൻ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ് പോകുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തളർന്ന് വീഴുമായിരിക്കും എന്ന് ഞാൻ മൈൻഡ് തന്നെ എൻ്റെ അടുത്ത് പറയുക. അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഒരാളുടെ മൈൻഡ് സെറ്റ് ഞാൻ ഓടി വീഴണമെങ്കിൽ വീഴട്ടെന്നുള്ള രീതിയിൽ കാര്യം നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. നിങ്ങളിപ്പോൾ ഓടി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഓടാൻ പറ്റുമായിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ ക്ഷീണം വന്നാൽ നിങ്ങൾ നിർത്തുക. അതാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്തും. അതായത് നമ്മളിപ്പം ആദ്യത്തെ ഒരു 10 മിനിറ്റ് പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പഠിക്കുമ്പോൾ ആ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പല ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോസ് കാണുന്നതിൻ്റെ ഒരു ഉപയോഗം അതാണ്. കാര്യം ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് ഒരു അടുപ്പം തോന്നും. കാര്യം നിങ്ങൾ കാണുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പിന്നെ കണ്ടോളൂ.
ആ ഒരു 10 മിനിറ്റിൽ നിങ്ങൾ എൻഗേജ് ആയി കഴിഞ്ഞാൽ വേറെ ഒരു സാധനവും നിങ്ങളുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും എന്നെ വിളിക്കരുത് നിങ്ങൾ മൈൻഡിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നടക്കത്തൊന്നുമില്ല. അങ്ങനെയല്ല, നിങ്ങൾ കാഷ്വലി നിങ്ങൾ കാണുന്ന സാധനം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വീഡിയോസിൻ്റെ പ്രത്യേകത, നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ഏകദേശം പിടിയിട്ടു, ഇങ്ങനെയാണ് മനസ്സിലായി. ആ മനസ്സിലായെന്നൊരു കോൺഫിഡൻസ് മനസ്സിനകത്താകുമ്പോൾ മനസ്സ് നിങ്ങളോട് പറയും ഇതെനിക്ക് എന്നെ കൊണ്ട് പറ്റും. മനസ്സ് തന്നെ നിങ്ങളടുത്ത് പറയും പറ്റും, നിങ്ങൾ പഠിക്കും. പക്ഷേ ഈ വീഡിയോ കാണുന്നതിന് മുമ്പാണെങ്കിലോ എന്നെക്കൊണ്ട് പറ്റുമോ, അടുത്ത സെക്കൻഡിൽ ഉത്തരം വരും പറ്റത്തില്ല മക്കളെ, നീ വിചാരിച്ചാൽ നടക്കത്തില്ല എന്നായിരിക്കും വരുന്നത്. ഞാൻ എല്ലാവരുടെയും കേസല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ട്രെയിൻ ചെയ്യണം, നിങ്ങളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. അതായത് നിങ്ങൾ പഠിത്തത്തിൽ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ സാധനം, എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം എന്തുവാണ് എന്തെങ്കിലും ഒരു ജോലി, അതായത് ഇപ്പോൾ വീട്ടിലിപ്പം എന്താണ് ബുക്കുകളൊക്കെ ഒന്ന് അടുക്കി വെക്കണം, എൻ്റെ അലമാര മൊത്തം അലങ്കോയി കിടക്കുക, ബുക്കുകളൊക്കെ അടുക്കി വെക്കണം. മൈൻഡ് പറയുന്നതായിരിക്കും ചെയ്യണം, ക്ഷീണിച്ച് കിടക്കുക, എനിക്ക് ബുക്കൊക്കെ എടുത്ത് കൈ പൊക്കിയാൽ ചിലപ്പോൾ ഒടിഞ്ഞാലോ കൈ, അത് പിന്നെ കാലിക്കൂടെ വീണ് കാലൊടിഞ്ഞു, വീട്ടുകാർക്ക് ശല്യമായി, വീട്ടുകാർ എന്നെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി, ആശുപത്രിയിൽ കുറേ പൈസയായി, കാലൊക്കെ തൂക്കിയിട്ട് കാൽ നടക്കാൻ വയ്യാതെ ഞാൻ കോളേജിൽ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നവരുണ്ട്. അത് മോശം, ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ ഇന്ന് എക്സ്ക്യൂസ് കണ്ടെത്തുന്നതാണ് സാധനം, പരിപാടി അതാണ്. അത് മാറ്റണം. അത് മാറ്റുമ്പോഴത്തേക്ക് അത് എല്ലാത്തിലും കൂടെ എടുത്തിട്ട് മാറ്റാനെന്ന് നോക്കണ്ട, നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് പോകണം. നിങ്ങൾ പുസ്തകം അടുക്കി വെക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു 5 പുസ്തകം എടുത്ത് അടുക്കി വെച്ച് നോക്കണം. 5 എണ്ണം, 500 പുസ്തകം അതിനകത്തുണ്ടെന്ന് വെച്ചോ, ഒരു 5 എണ്ണം അടുക്കി വെച്ചാൽ മതി. നിങ്ങൾ 5ൽ നിർത്തൂല. അത് നല്ലപോലെ വൃത്തിയായിട്ട് ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾ 5ൽ നിർത്തത്തില്ല, 500 എണ്ണം അടുക്കിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറും. മൈൻഡ് സെറ്റ് ഈസ് ദ കിങ്. നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല എന്ന് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അപ്പുറമുള്ള ആൾക്കാർ പറഞ്ഞാലും അവർ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മൈൻഡാണ്. നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ. മനസ്സ് വെച്ചോ, മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് മാപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു സാധനം അറിയുക. ഞാനിപ്പോൾ ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് നിങ്ങൾക്കിപ്പോൾ അത് പറഞ്ഞു തന്നു. ഇതേപോലെ ഓരോ സബ്ജക്റ്റിനെ ഞാനിങ്ങനെ മാപ്പ് ചെയ്തിടാം ഇടുന്ന സമയത്ത്. ഇപ്പം നിങ്ങൾ ഇതുപോലെ എല്ലാം കൂടി ഇടാനുള്ള സമയമില്ല. കാര്യം ഞാനും ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സമയമില്ല എന്നുള്ളതാണ്. 24 മണിക്കൂർ എന്ന് പറയുന്നത് കാര്യം ഇപ്പോൾ തികയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സ് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ ആരുടെയും ഹെൽപ്പ് ഉണ്ടാകും. നിങ്ങൾ ആരുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു സബ്ജക്റ്റ് ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ പഠിക്കാനുള്ളത് ഇതായതേ ഉള്ളൂ, തുടങ്ങിയേ ഉള്ളൂ. നിങ്ങൾ മാർക്ക് ചെയ്ത് ഇട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഇതൊക്കെ ഇനി പഠിക്കുമ്പോൾ ഇത് മനസ്സിലാവണം, അത് വേറെ കാര്യം. അത് എങ്ങനെ മനസ്സിലാക്കി എടുക്കുമെന്നുള്ളത് നമുക്ക് അടുത്ത വഴിയെ നോക്കാം. അപ്പോൾ ഇത് പിടികിട്ടിയോ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് നോക്കുക. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് കാണിച്ചു തന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ, അത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇത്ര ചെറിയ ടോപ്പിക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒതുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ എത്ര ടൈപ്പ് ഉണ്ട്, ആ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻസ് കിട്ടും. ആ എസ്എ ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കുറേ ഷോർട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടാവും. സ്റ്റിൽ ഒരു 10-20 ഒരു 10 ടോപ്പിക്സ് മാറി നിൽക്കുന്നുണ്ടാവും. ആ 10 ടോപ്പിക്ക് കൂടെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ 100 മാർക്കിനും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഹാളിൽ നിന്ന് ധൈര്യമായിട്ട് ആരെയും എന്താണ് അഹങ്കാരം പാടില്ല കേട്ടോ, ആരെയും എന്താണ് വാക്ക് പോയി, ആരെയും പേടിക്കാതെ, അല്ലെങ്കിൽ ആരുടെയും നമുക്ക് എന്തുവാണ് അവർ ചെയ്താലേ ഇത് നടക്കുമോ എന്നുള്ള പേടിയൊന്നുമില്ലാതെ ഞാൻ ചെയ്താൽ ഇത് നടക്കും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ആദ്യം അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം.